രാജക്കാട്ടിൽ കോട്ടൂർ ഇടവക. ഇതെൻ്റെ ഭാര്യ ചഞ്ചൽ ബ്രിജീറ്റ് രാജക്കാട്ടിൽ. എൻ്റെ മൂത്ത മോൻ ക്രിസ്റ്റി റാഫേൽ രാജക്കാട്ടിൽ. എൻ്റെ രണ്ടാമത്തെ മോൻ ക്രിസ്ത്യൻ ഫ്രാങ്കോ രാജക്കാട്ടിൽ. മൂന്നാമത്തെ ആൾ ക്രിസ്റ്റോ സ്റ്റാലിൻ രാജക്കാട്ടിൽ. നാലാമത്തെ ആൾ ക്രിസ്ജോ മിഖായേൽ രാജക്കാട്ടിൽ. അഞ്ചാമത്തെ ആൾ ക്രിസ് ഗബ്രിയേൽ രാജക്കാട്ടിൽ. നമ്മൾ ക്രിസ്പർ എസ്തർ ജിജോ രാജക്കാട്ടിൽ. ഞാൻ പഠിച്ചതും വളർന്നതും DSSൻ്റെ കോൺവെൻറ്റിലാണ്, പട്ടുവം. അപ്പം അവിടുന്ന് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ ഇവളെ പ്രണയിച്ച് കല്യാണം കഴിച്ചതാണ്. അപ്പം അതിന് ശേഷമുള്ള ഒരു ഒറ്റപ്പെടൽ നമുക്കുണ്ടാവില്ല. ഞാനും ഇവൾ മാത്രമേ ഉള്ളൂ, നമുക്കൊരു പ്രശ്നം വരുമ്പോൾ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾക്കൊരു കുട്ടി ഉണ്ടായാൽ അയാൾക്കൊരു 2 കുട്ടികളെങ്കിലും കൂട്ട് വേണം, എന്നാലേ ഒരു സഹോദരൻ്റെ ഒരു സഹായം കിട്ടുകയുള്ളൂ, അവളെ താഴോട്ട് കിട്ടും കിട്ടുകയുള്ളൂ എന്നുള്ള ഒരു ചിന്തയിലാണ് ആദ്യം ഞങ്ങൾ ഇതായത്. പിന്നീട് ഒരാളുണ്ടായി, 2 പേരുണ്ടായി. അതിനുശേഷം എല്ലാം ആൺകുട്ടികളായിരുന്നു. അപ്പോൾ ഒരു പെൺകുഞ്ഞു കൂടി വേണം എന്നുള്ള ഒരു ഇതിലാണ് ഞങ്ങൾ മുന്നോട്ട് പോയത്. അങ്ങനെ ഒരു ദൈവം കാത്തിരുന്ന് 6ാമതാണ് ഞങ്ങൾക്കൊരു പെണ്ണ് തന്നത്. പക്ഷെ അതിൻ്റെ ഉള്ളിൽ ഞങ്ങളുടെ ലൈഫിൽ കുറേ മാറ്റങ്ങൾ വന്നു. എൻ്റെ ഒരു പ്രാവശ്യത്തെ തുടക്ക ശമ്പളം എന്ന് പറഞ്ഞാൽ 150 രൂപയായിരുന്നു. പെയിൻറ്റിങ്ങിൻ്റെ ഹെൽപ്പറായിട്ടായിരുന്നു ഞാൻ പോയിക്കൊണ്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് പടിപടിയായിട്ട് എൻ്റെ ജീവിത വരുമാനങ്ങൾ വർദ്ധിച്ചു. എൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ മാറ്റം വന്നു. ആൾക്കാർക്ക് എന്നോടുള്ള കാഴ്ചപ്പാടിൽ മാറ്റങ്ങൾ വന്നു. മക്കൾ വന്നതുകൊണ്ടാണ് ഇതൊക്കെ വന്നത് എന്നുള്ള ഒരു തിരിച്ചറിവ് ഞങ്ങൾക്ക് കിട്ടാനിടയായി. അതായത് കൂടുതൽ മക്കളുണ്ടായപ്പോൾ അവർക്കും കൂടി ഉള്ളത് കർത്താവ് എന്നിലേക്ക് തരുന്നുണ്ട്, അവർക്കും കൂടി അവകാശപ്പെട്ടതാണ് കർത്താവ് ഞങ്ങൾക്ക് തരുന്നത് എന്നുള്ളതും, അവർക്ക് വേണ്ടി കർത്താവ് മറ്റുള്ളവർ വഴി ഞങ്ങളോട് ഇടപെടുന്നു എന്നുള്ളതും മനസ്സിലാക്കാൻ കഴിഞ്ഞതാണ് ഇത്രയും വലിയൊരു ഫാമിലി ആയിട്ട് ഞങ്ങൾ മാറാനുള്ള ഒരു കാരണം ഉണ്ടായത്. ഞങ്ങളൊരു പെങ്കൊച്ച് വേണമെന്ന് ആദ്യത്തെ കൊച്ചുണ്ടായി കഴിഞ്ഞപ്പോൾ തൊട്ട് ഞങ്ങൾക്ക് അടുത്തൊരു പെണ്ണ് വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോഴൊക്കെ ഞങ്ങൾ താമസിക്കുന്നത് വാടക വീട്ടിലായിരുന്നു. അപ്പം 5 ആമക്കൾ ഉണ്ടാകുന്നത് വരെ ഞങ്ങൾ വാടക വീട്ടിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. 5ാമത്തവൻ ഉണ്ടായപ്പോഴാണ് ഞങ്ങൾ സ്വന്തമായിട്ട് വീട് വെച്ച് സ്വന്തം വീട്ടിൽ താമസിക്കാൻ തുടങ്ങിയത്. അതിന് ശേഷമാണ് കർത്താവ് ഞങ്ങൾക്കൊരു പെങ്കൊച്ചിനെ തന്നത്. അപ്പോഴാണ് ഞങ്ങൾക്കത് മനസ്സിലായത്, വാടക വീട്ടിലൊരു പെങ്കുഞ്ഞ് ഞങ്ങൾക്ക് വേണ്ട, സ്വന്തം വീട്ടിൽ മതി എന്നൊരു കർത്താവിൻ്റെ തീരുമാനമാണ് ഞങ്ങളെ അതിലേക്ക് എത്തിച്ചത്. അത് തന്നെ വലിയൊരു അനുഗ്രഹമാണല്ലോ. എനിക്ക് ആദ്യത്തെ കുഞ്ഞുണ്ടായത് എൻ്റെ 21ാമത്തെ വയസ്സിലാണ്. അപ്പം 2012 എനിക്ക് ആദ്യത്തെ കുഞ്ഞുണ്ടാകുന്നത്. അന്ന് ഞങ്ങൾക്ക് കുടുംബജീവിതത്തെക്കുറിച്ചൊന്നും അറിയത്തില്ല ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾക്ക് കുഞ്ഞുണ്ടായത്. എനിക്ക് 22 വയസ്സുള്ളപ്പോൾ ഇവൻ പിറന്നു. ഓരോ കുഞ്ഞും, അതായത് മൂത്തവർ ശരിക്കും പറഞ്ഞാൽ ഒരു പാരൻ്റാണ്. ഇപ്പോൾ ഇവൻ ഉണ്ടായ സമയത്ത് ഇവനെ നോക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ 2 പേരും കൈകളിൽ മാത്രമായിരുന്നു അവനുണ്ടായിരുന്നത്. അതിൻ്റെ കുരുത്തക്കിടക്ക് അവനുണ്ട്. പക്ഷേ 2ാമതൊരു കുഞ്ഞുണ്ടാകുന്ന സമയത്ത് തന്നെ വയറ്റിൽ വെച്ച് നിനക്കൊരു കുഞ്ഞാവാ, നിനക്കൊരു കൂട്ടുകാരൻ വരുന്നുണ്ടെന്ന് അവനെ പറഞ്ഞു പഠിപ്പിച്ചതുകൊണ്ട് ഇവർ തമ്മിൽ ഒരു ബോണ്ടുണ്ട്. അതിന് ശേഷമുള്ള ആൾ, അതായത് ഈ ഉണ്ണിക്കുട്ടൻ, ഇവനെ ഉണ്ണിക്കുട്ടൻ എന്നാണ് വിളിക്കുന്നത്. ഉണ്ണിക്കുട്ടൻ കിച്ചുക്കുട്ടനെ നോക്കി, കിച്ചുക്കുട്ടൻ മറ്റേ മിഗേലിനെ നോക്കി, മിഗേലിൻ്റെ കൈ പിടിച്ചേ ഉറങ്ങുള്ളൂ. അത് ശരിക്കും മനസ്സിലാവണമെങ്കിൽ ഇപ്പം മിഗേൽ അച്ചുക്കുട്ടനെ വിടത്തില്ല. അതുപോലെ തന്നെ ഉറക്കത്തിൽ പോലും പെൺകുഞ്ഞ് കരഞ്ഞാൽ ഇവനാണ് അങ്ങോട്ട് കണക്ഷൻ. അച്ചാച്ചൻ്റെ കുഞ്ഞാവ് ഏത് ഉറക്കത്തിൽ പോലും അവൻ ആ കുഞ്ഞിനോട് സംസാരിക്കും. അതായത് കുഞ്ഞ് കരയുമ്പം അവനിപ്പോൾ 3 വയസ്സാണ്, എത്ര ഉറക്കമാണെങ്കിൽ പോലും അവൻ ആ കുഞ്ഞിനെ കെട്ടിപ്പിടിച്ച് ഒരു പിതാവിനെ പോലെ, അങ്ങനെയാണ് പറയാൻ പറ്റുക. ഓരോരുത്തരും അവനവൻ്റെ അതായത് ഭാവിയിലേക്കുള്ള പിതാവിനെ അവർ തന്നെ കാണിച്ചു തരികയാണ്. ഇവനുണ്ടായ 3ാം മാസം തൊട്ട് എനിക്ക് ബ്ലീഡിങ് ആയിരുന്നു. അപ്പം കാണിച്ച 3 ഡോക്ടർമാരും അബോർഷനെ പറ്റി പറഞ്ഞതാണ്. അപ്പം ഞാൻ ഇവനെ പ്രഗ്നൻ്റ് ആയപ്പോൾ ചേട്ടായി ഗൾഫിലേക്ക് പോയായിരുന്നു. പുള്ളി അറിഞ്ഞില്ല ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിയാതെയാണ് ചേട്ടായി പോയത്. ചേട്ടായി അവിടെ പോയി കഴിഞ്ഞപ്പോഴാണ് ഞാൻ പറയുന്നത്, ചേട്ടാ ഇങ്ങനെ ടെസ്റ്റ് ചെയ്തു, ഞാൻ പ്രഗ്നൻ്റ് ആണ് എന്ന് പറയുന്നത്. അപ്പോൾ ചേട്ടായി പറഞ്ഞു കുഴപ്പമില്ല, ഞാനൊരു 6 മാസമൊക്കെ ആകുമ്പോഴേക്ക് എത്താം, നീ നിൽക്കാൻ പറഞ്ഞു, ആരെങ്കിലും ജോലിക്ക് ആക്കാമെന്നൊക്കെ പറഞ്ഞു. പിന്നെ അന്നേരം വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങളെ ഹൗസ് ഓണർ ഞങ്ങളോട് നല്ല സഹകരണമൊക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നു. പക്ഷേ 3 മാസമായപ്പം തൊട്ട് ബ്ലീഡിങ് ആണ്. ബ്ലീഡിങ് ആയി സാറിൻ്റെ ആശുപത്രിയിലെ 2 ഡോക്ടർമാരെ കളയാൻ പറഞ്ഞു. ഗവൺമെൻറ്റിൽ നിന്ന് ഞങ്ങളെ പാടെ ഒഴിവാക്കി, ഞങ്ങൾ കളയാത്തത് കൊണ്ട്. അബോർഷന് പറഞ്ഞിട്ട് ഞങ്ങളത് സമ്മതിക്കാത്തതുകൊണ്ട് അവരെ റിസ്ക് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഒഴിവാക്കി. 5ാമത്തെ കുഞ്ഞിൻ്റെ പ്രഗ്നൻസി സമയത്ത് പകുതി ഒരു രാത്രി 2 മണിക്ക് ഞങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. വെളുപ്പിന്
5:30 ഞങ്ങളോട് പറയുകയാണ് വേറെ ഹോസ്പിറ്റലിൽ മാറ്റി, ഞങ്ങളെ കൂടെ നിൽക്കാൻ വേറെ ആളില്ല, അതുകൊണ്ട് നിങ്ങൾ ലേഡീസ് ഇല്ലാത്തതുകൊണ്ട് അവർക്ക് നോക്കാൻ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് പകുതി പ്രസവിച്ചു. ആ കുട്ടി പകുതി പ്രസവിച്ചിട്ടാണ് KLIC കമ്പിൽ എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൽ ഞങ്ങൾ ഫുള്ള് ഫ്ലൂവൽ മൊത്തം പോയി തീർന്നായിരുന്നു, ഡ്രൈ ആയി പോയായിരുന്നു. എന്നിട്ട് ആ കുട്ടീനെ വാക്യൂം വെച്ച് വലിച്ചെടുക്കുകയായിരുന്നു. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ കർത്താവെല്ലാം അറിഞ്ഞ് കണ്ട് അതിനുവേണ്ടി പരിഹാരങ്ങൾ അവിടെ നിന്ന് തന്നെ തീരുമാനിക്കുന്നുണ്ട് കേട്ടോ. ഒന്നല്ലെങ്കിൽ ഒരാളെ പറഞ്ഞു വിടുന്നുണ്ട്. എന്നാലും ഞാൻ പറയുകയോ ഇത് ഏറ്റവും വിഷമം ഹോസ്പിറ്റലിൽ നിന്ന് ഒരു പ്രസവത്തിന് പോയി കാണിക്കാനുള്ള ഒരു ഹോസ്പിറ്റൽ ഞങ്ങൾക്ക് കിട്ടുന്നില്ല. അമ്മ ഗർഭിണിയായ സമയത്ത് ഞാൻ അടുക്കളയിൽ കയറും, രാവിലെ മനസ്സിലായി ചായ വെച്ച് കൊടുക്കും, പിന്നെ വീടൊക്കെ തൂത്ത് വരും, എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യും. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചോറ് വെച്ച് വെക്കും, എന്നിട്ട് കറി അമ്മ തന്നെ ആക്കാറ്, ഞാൻ സ്കൂളിൽ പോയിട്ട് ആക്കാറ്. എന്നിട്ട് തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ ആടുണ്ടായിരുന്നു, അപ്പോൾ ഞങ്ങൾ ആടിനെ തീറ്റും. എന്നിട്ട് തിരിച്ചു വന്നിട്ട് അമ്മയ്ക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കും. പിന്നെ തുണി അലക്കാണ്ടെങ്കിൽ അലക്കി കൊടുക്കും. അന്നത്തേക്ക് പപ്പ വരും. നല്ല സഹായമായിരുന്നു കേട്ടോ. അമ്മയ്ക്കൊരു കൂട്ടായിരുന്നു. ഇവരെല്ലാവരും അതെ, അമ്മ ഗർഭിണിയായാൽ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. എല്ലാവരും എല്ലാ കാര്യത്തിലും സഹായിക്കും. സ്പെഷ്യലി ഇവനെ പറയാതിരിക്കാൻ പറ്റത്തില്ല. ചെറിയറ്റുങ്ങളെ കുളിപ്പിക്കും, പിന്നെ ഇവർ കക്കൂസി നിലത്തൊക്കെ പോയിട്ടുണ്ടെങ്കിൽ തൂറിയിട്ടുണ്ടെങ്കിൽ അത് കോരിയെടുക്കും, ടോയ്ലറ്റിൽ കളയും, കഴുകിക്കും. ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ പിതാവ് തന്നെയാണ് എൻ്റെ മോൻ. അങ്ങനെ അത് ഞങ്ങൾക്ക് അഭിമാനമുള്ളൊരു കേസാണ്. നാളത്തെ സമൂഹമാണ് ഇവർ, നാളത്തെ ഇന്ത്യ അല്ലെങ്കിൽ നാളത്തെ ലോകം. അതിനുവേണ്ടി നമ്മൾ ഇപ്പോഴേ ഇവരെ ഒരുക്കിയെടുത്താൽ മനോഹരമായ ഒരു രാജ്യം, ഒരു രാഷ്ട്രം നമുക്ക് ഉണ്ടാവും.